നമസ്കാരം. പ്രവാസിയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് യുഎഇയിലെ വാടക വിപണി വീണ്ടും തിളച്ചു മറിയുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രൊഫഷണലുകളുടെ കുത്തൊഴുക്കും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ദുബായിലെയും ഷാർജയിലെയും പ്രോപ്പർട്ടി വിപണിയെ വൻ ഡിമാൻഡിലേക്ക് എത്തിച്ചിരിക്കുന്നു. 2026 ദുബായിൽ വാടക 6% വർദ്ധിക്കുമെന്ന് വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ഷാർജയിലെ സ്ഥിതിയും മാറുകയാണ്. ഷാർജയിലെ മുവൈല പോലുള്ള ഇടങ്ങളിൽ 25% വരെയാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശമ്പളം വർദ്ധിക്കാതെ ജീവിത ചെലവ് കുതിച്ചുയരുമ്പോൾ പ്രവാസികളുടെ ബജറ്റുകൾ താളം തെറ്റുകയാണ്. നേരത്തെ തന്നെ ദുബായിലെ താമസ ചെലവ് പ്രവാസികൾക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2026 ദുബായിലെ താമസ സ്ഥലങ്ങളുടെ വാടകയിൽ 6% വരെ വർധനവ് ഉണ്ടാകുമെന്ന് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ പ്രവചിച്ചിരുന്നതാണ്. ജനസംഖ്യാ വർധനവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളുടെ കുത്തൊഴുക്കും ദുബായിലെ പ്രോപ്പർട്ടി വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഉണ്ടാക്കുന്നത്. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് വർധനവിന്റെ വേഗത അല്പം കുറവാണെങ്കിലും സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിത ബജറ്റിന് ഇത് സാരമായി ബാധിക്കുന്നത് തന്നെയാണ്. നഗരമധ്യത്തിലെ പ്രമുഖ ഏരിയകളിൽ വാടക കുതിച്ചുയരുമ്പോൾ പുതിയ താമസ സ്ഥലം കണ്ടെത്തുക എന്നത് പ്രവാസികൾക്ക് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു. ദുബായിൽ താമസിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന് തന്നെയാണ് വീട്ടുവാടക. വാടക വർധന പേടിയിൽ നിന്ന് രക്ഷ തേടി മലയാളികൾ ഏറെ ആശ്രയിക്കുന്ന ഷാർജയിൽ ഈ വർഷം വാടകയിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ദുബായിലെ ഉയർന്ന വാടക പേടിച്ച് ഷാർജയിലേക്ക് മാറിയവരെ ഇപ്പോൾ അവിടുത്തെ വർധനവും പ്രതിസന്ധിയിലാക്കുന്നു. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന മേഖല, പാർക്കിംഗ്, വാഹന സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുത്ത് 5 മുതൽ 25% വരെയാണ് പുതുവർഷത്തിൽ വാടക വർദ്ധിച്ചത്. മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മുവൈലയിലാണ് പരമാവധി വർധന. ഇവിടെ നിലവിലെ വാടകയിൽ 25% വർദ്ധിച്ചു. അതോടൊപ്പം അൽ ഖാൻ, അൽ താവൂൻ, അൽ മജാസ്, അൽ നഹ്ദ എന്നിവിടങ്ങളിലും വാടകയിൽ ശരാശരി 20% വർദ്ധിച്ചിട്ടുണ്ട്. അൽ നബ, അൽ ബുത്തീന, അൽ മുറൈജ, അബു ഷഗാറ, അൽ ജുബൈൽ എന്നിവിടങ്ങളിൽ 5% വാടക വർദ്ധിച്ചു. വാടകയും മറ്റ് ജീവിത ചെലവുകളും കുതിച്ചുയരുമ്പോഴും ഭൂരിഭാഗം പ്രവാസികളുടെയും ശമ്പളത്തിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇത് മാസ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നതാണ്. വരുമാനത്തിന്റെ പകുതിയിലധികം വാടകയ്ക്കായി മാറ്റിവെക്കേണ്ടി വരുന്നത് നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തെയും സാരമായി തന്നെ ബാധിക്കും. ദുബായിലെ ഉയർന്ന വാടക പേടിച്ച് ഷാർജയിലേക്ക് മാറിയവരെ ഇപ്പോൾ അവിടുത്തെ വർധനവും പ്രതിസന്ധിയിലാക്കുന്നു. മലയാളി കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട മുവൈലയിൽ 25% വരെ വാടക വർദ്ധിച്ചത് സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അധികമാണ്. പഴയ കെട്ടിടങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെയാണ് വാടക കൂട്ടുന്നത്. ഇത് വലിയ പരാതികൾക്കിടയാക്കുന്നുണ്ട്. വാടകയ്ക്ക് പുറമെ വൈദ്യുതി, വെള്ളം, ഇന്റർനെറ്റ് എന്നിവയുടെ നിരക്കുകളും വർദ്ധിക്കുന്നത് പ്രവാസികൾക്ക് ഇരട്ടടിയാണ്. വാടക വർധനവൊപ്പം പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ ഫീസിലും വർധനവുണ്ടാകുന്നത് കുടുംബമായി താമസിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുക. വാടക കുറഞ്ഞ ദൂരസ്ഥലങ്ങളിലേക്ക് താമസം മാറ്റുമ്പോൾ ജോലി സ്ഥലത്ത് എത്താനുള്ള യാത്രാ സമയവും ഇന്ധന ചെലവും വർദ്ധിക്കും. പലപ്പോഴും വീട്ടുടമസ്ഥൻ നിയമവിരുദ്ധമായ രീതിയിൽ വാടക വർദ്ധിപ്പിക്കാറുണ്ട്. ദുബായിലെ റെന്റൽ ഇൻഡെക്സ് പോലുള്ള നിയമങ്ങളെ കുറിച്ച് പല പ്രവാസികൾക്കും കൃത്യമായ ധാരണയില്ല. കൃത്യമായ നോട്ടീസ് പോലും നൽകാതെയാണ് പലരും വാടക വർദ്ധിപ്പിക്കുന്നത്. ഇത് പ്രവാസികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. വാടക വർധനവ് അംഗീകരിക്കാത്തവരോട് വീട് ഒഴിയാൻ ആവശ്യപ്പെടുകയും തുടർന്ന് പുതിയ താമസക്കാർക്ക് വളരെ ഉയർന്ന നിരക്കിൽ വീട് നൽകുകയും ചെയ്യുന്ന പ്രവണതയും വർദ്ധിക്കുന്നുണ്ട്. വാടക താങ്ങാനാവാതെ വന്നതോടെ പല കുടുംബങ്ങളും ബാച്ചിലർമാരുമൊക്കെ ഷെയറിംഗ് രീതികളിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നു. ഇത് സ്വകാര്യതയും ജീവിത നിലവാരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. നഗരമധ്യത്തിൽ നിന്ന് മാറി അജ്മൻ പോലുള്ള വടക്കൻ എമിറേറ്റുകളിലേക്ക് താമസം മാറ്റുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ദുബായിലെ വാടക വർധനവ് കാരണം ദൂരെയുള്ള എമിറേറ്റുകളിലേക്ക്, അതായത് അജ്മൻ, ഉമ്മുൽ ഖുവൈൻ മാറുന്നവർക്ക് ദിവസേന 3 മുതൽ 4 മണിക്കൂർ വരെ യാത്രയ്ക്കായി ചിലവഴിക്കേണ്ടി വരുന്നു. ഇത് പ്രവാസികളുടെ മാനസികാരോഗ്യം, കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയം എന്നിവയൊക്കെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളിൽ ജീവിച്ചിട്ട് 1 ബെഡ്റൂം ഫ്ലാറ്റിലേക്കൊക്കെ മാറേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ മാറേണ്ടി വരുമ്പോഴോ വലിയ ബുദ്ധിമുട്ടാണ് പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇത് കുട്ടികളുള്ള പ്രവാസി കുടുംബങ്ങളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. വാടക നൽകാൻ വേണ്ടി ഭക്ഷണത്തിനോ വിനോദത്തിനോ ഉള്ള തുക മാറ്റിവെക്കേണ്ടി വരുന്നത് ഗൾഫ് ജീവിതത്തിന്റെ നിറം കെടുത്തുന്ന ഒന്നുകൂടിയാണ്. ഗൾഫിൽ അധ്വാനിച്ച് നാട്ടിൽ ഒരു വീട് വെക്കാനോ മക്കളുടെ വിവാഹം നടത്താനോ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വലിയൊരു തുക വാടകയായി നൽകേണ്ടി വരുന്നത് അവരുടെ സ്വപ്നങ്ങൾക്കുള്ള തടസ്സമാണ്. പുതിയ പ്രോജക്റ്റുകൾ ധാരാളമായി വരുന്നുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും ലക്ഷറി വിഭാഗത്തിലാണ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാവുന്ന തുകയിലുള്ള ഫ്ളാറ്റുകൾക്ക് വിപണിയിൽ വലിയ ക്ഷാമം നേരിടുന്നുണ്ട്.
എന്തായാലും വാടക വർധന കൂടുന്നത് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്ന് തന്നെയാണ്.